തൃക്കാക്കര മഹാക്ഷേത്രത്തിലെ പൊയ്കയുടെ പേര് കുളമായി മാറ്റിയതിൽ ആക്ഷേപം ഉയരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തൃക്കാക്കര മഹാക്ഷേത്രത്തിന്റെ ചരിത്രത്തിനൊപ്പം പറഞ്ഞു പോരുന്ന ദാനോദക പൈക എന്ന ജലാശയത്തിന്റെ പേര് ആറാട്ടുകുളം എന്ന് പേരുമാറ്റം നടത്തിയതിലാണ് ആക്ഷേപം. മന്ത്രി പി രാജീവിന്റെ ഒപ്പം പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ബോർഡിലാണ് ക്ഷേത്രകുളം ആറാട്ടുകുളമായി കാണിച്ചിരിക്കുന്നത്. മഹാബലി ദാനത്തിനായി ഉദകം എടുത്തതെന്ന് വിശ്വസിക്കപ്പെടുന്ന വലിയ പൊയ്ക ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്തായിട്ടാണ് ഉള്ളത്. മുൻപ് ദാനോദക പൊയ്കയുടെ വിസ്തൃതി 8 ഏക്കർ 40 സെന്റ് ആയിരുന്നുവെന്നാണ് പഴമക്കാർ പറയുന്നത്. ക്ഷേത്രം ചരിത്രം സംബന്ധിച്ച വർഷങ്ങൾക്ക് മുമ്പ് കെ ജനാർദ്ദനൻ നായർ പുറത്തിറക്കിയ തിരുവോണം തൃക്കാക്കര ക്ഷേത്രവും എന്ന പുസ്തകത്തിലാണ് ഈ കാര്യം പറയുന്നത്. കൂടാതെ പൊയ്കയുടെ നടുവിൽ 8 സെന്റ് വിസ്തൃതിയിൽ തുരുത്തിലൊരു തൊപ്പമണ്ഡപവും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പൊയ്ക ചെറിയ അളവുള്ള കുളമായി മാറി. തുരുത്തിന്റെ ഉടമസ്ഥാവകാശം ഇപ്പോഴും ദേവസ്വത്തിനാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കൂടാതെ 1985 കൈമുക്ക് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്ന ദേവപ്രശ്നത്തിൽ തുരുത്തിൽ ഭദ്രകാളി സാന്നിധ്യവും ഉണ്ടെന്നും ഇവിടെ വേണ്ട വിധത്തിൽ പൂജകൾ ചെയ്യണമെന്നും വെളിപ്പെടുത്തുകയുണ്ടായി. ക്ഷേത്രത്തിൽ വലിയ പൊയ്ക ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ഇന്നുമുള്ള പുറംചിറ റോഡ്. കൂടാതെ ഈ പൊയ്കയിൽ നിന്നും ഉത്ഭവിക്കുന്ന ജലം ഏപ്രിൽ മാസം പോലും വറ്റാതെ ഒഴുകുന്ന തോടാണിത്. ട്രാവൻകൂർ കനാലിൽ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ്. 15 വർഷം മുമ്പ് ഇത് സംബന്ധിച്ച് അധികൃതർ സർവേ നടത്തിയിരുന്നു. തോടിന്റെ ഉത്ഭവവും ഒഴുക്കും പ്രത്യേകത നിറഞ്ഞതാണ്. കിഴക്കോട്ടാണ് ഒഴുക്ക്. പൊയ്ക പോലെ തന്നെ തോടും പലരുടെയും കയ്യേറ്റത്തിന് ഇരയായിരിക്കുകയാണ്. സ്വകാര്യ കമ്പനിയുടെ സഹായത്താലാണ് ക്ഷേത്രക്കുളം നവീകരിക്കുന്നത്. കുളത്തിലെ ചെളിയും പായലും നീക്കി വശങ്ങൾ കെട്ടി കൈവരി സ്ഥാപിച്ചു. ഇതിനിടെ കുളത്തിന്റെ യഥാർത്ഥ പേര് കാണിച്ചുകൊണ്ട് പുതിയ ബോർഡ് വയ്ക്കുമെന്നും ആശയക്കുഴപ്പം മൂലം തെറ്റുപറ്റിയതാണെന്നും മന്ത്രി ഉദ്ഘാടന വേദിയിൽ പറഞ്ഞതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു.